ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ബോയയുടെ BY-M1 മൈക്രോഫോണുമായിട്ടാണ്. മിക്ക യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല മൈക്രോഫോൺ ആയിരിക്കും. കാരണം വെച്ചാൽ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഒരു നല്ല ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ മിക്ക യൂട്യൂബേഴ്സും വീഡിയോയ്ക്ക് വേണ്ടി ആ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങുന്നത് ബോയയുടെ BY-M1 മൈക്രോഫോണാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബോയയുടെ BY-M1 മൈക്രോഫോണാണ്. എന്നാൽ ഇതിനൊരു പ്രോ വെർഷൻ അവൈലബിൾ ആണ്. അതിന് ഏകദേശം ഒരു 1000 രൂപയ്ക്ക് എബവ് റേറ്റ് വരുന്നതാണ്. എന്നാൽ ഇതിന് ഒരു 800 രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ. അതിന് നോയ്സ് ക്യാൻസലേഷൻ തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്കൊരു സോഫ്റ്റ്വെയറിൽ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ വീഡിയോയിൽ. ഓക്കെ, നമുക്ക് മൈക്കിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അൺബോക്സിങ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ മൈക്രോഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ വയറിന് അത്ര നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുകയില്ല. കാരണം വളരെ തിന്നായിട്ടുള്ള വയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിങ്ങിൻ്റെ ഭാഗത്ത് ഒരു മെറ്റൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. ഇതിൽ 2 മോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ക്യാമറ മോഡും മറ്റൊന്ന് സ്മാർട്ട് ഫോൺ മോഡും. സ്മാർട്ട് ഫോൺ മോഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഓഫ് മോഡ്. അതുപോലെ തന്നെ ക്യാമറ മോഡ് ഇതിൻ്റെ ഓൺ പൊസിഷനും ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ മോഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഇടണം. LR44 എന്ന് പറയുന്ന മോഡലിൽ വരുന്ന ബാറ്ററിയാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മൈക്ക് ഞാൻ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്ത് നോക്കിയതാണെങ്കിലും എനിക്ക് ഇതിൻ്റെ അത് ഉപകാരമുള്ളൊരു സംഭവമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കേസാണ്. ഇതിൽ ബാറ്ററി ഇടുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ആംപ്ലിഫൈ ചെയ്ത് പോകുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഈ മൈക്രോഫോൺ കൊണ്ടായിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, അതും ഓക്സ് പോർട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മൈക്കിൽ കൂടെ പറയുന്നത് അതേ സമയം തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അതേ സമയം തന്നെ നമുക്ക് ഈ ഓഡിയോ സ്പീക്കറിൽ നിന്ന് ഔട്ട് എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ക്യാമറ മോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൺ പൊസിഷനും അതുപോലെ സ്മാർട്ട് ഫോൺ മോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഫ് പൊസിഷനും ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്മാർട്ട് ഫോൺ ഇപ്പം ഈ ഒരു മൈക്രോഫോൺ സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലോ കുത്തി യൂസ് ചെയ്യാൻ യാതൊരു ബാറ്ററിയുടെ ആവശ്യമില്ല. ഞാനിത് ആദ്യം മേടിച്ചപ്പോൾ ബാറ്ററി ഒത്തിരി ചിലവാകും, ബാറ്ററി ഇനി ഒത്തിരി മേടിക്കേണ്ടി വരും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യകതയില്ല. നമുക്ക് ഈ ഫോണിലൊക്കെ ഒരു ബാറ്ററി ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ക്യാമറ, DSLR ക്യാമറ, മിറർലെസ് ക്യാമറ, അങ്ങനത്തെ പ്രൊഫഷണൽ ക്യാമറസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ സൗണ്ട് കുറച്ചും കൂടെ ഒരു നല്ല ഇൻപുട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ക്യാമറയിലേക്കൊക്കെ. അതിന് വേണ്ടിയാണ് ബാറ്ററി യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ പറയാനുള്ളത് കേബിളിൻ്റെ ലെങ്ത്താണ്. ഈ വയറിന് ഏകദേശം ഒരു 6 മീറ്ററോളം ലെങ്ത് ഉണ്ട്. അതിനെ തന്നെ നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് നിന്ന് നമുക്ക് ഓഡിയോ ക്യാമറയിലേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ മൈക്രോഫോണിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാനൊരു ക്ലിപ്പും ഒപ്പം മൈക്ക് കവർ ചെയ്ത് വെക്കാനൊരു വിൻഷീൽഡും വരുന്നതാണ്. ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി തരുന്നതാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. അതുമാത്രമല്ല, നമുക്ക് ഇതിലും കുറഞ്ഞ പ്രൈസിൽ ഓൺലൈനിൽ കാരണം വെച്ചാൽ ഇതിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഓൺലൈനിൽ ഇഷ്ടം പോലെ മൈക്കുകൾ ലഭിക്കുന്നതാണ്. പക്ഷേ അതിനൊന്നും ഈ ഒരു ഇത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ബോയയുടെ തന്നെ ചൂസ് ചെയ്തത്. പിന്നെ നമുക്ക് ഈ ഒരു മൈക്രോഫോണിൻ്റെ കൂടെ തന്നെ ഒരു ബോയയുടെ ഒരു പൗച്ചും കൂടെ ലഭിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വ്ളോഗറാണ്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുനടക്കാൻ വേണ്ടി, ഈ മൈക്രോഫോൺ കൊണ്ടുനടക്കാൻ വേണ്ടി ഒരു നല്ലൊരു
പൗച്ചും കൂടെ തരുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് 1000 രൂപ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ഇനിഷ്യലി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് ഏറ്റവും നല്ല മൈക്രോഫോണാണ്. കാരണം ഈ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പോലും അത്യാവശ്യം നല്ല മൈക്കാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബോയയുടെ BY-M1 മൈക്രോഫോണിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടിൽ ദെൻ ബൈ ബൈ.